ധാരാളം ആൾക്കാർക്ക് ഒരു മികച്ച ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ പല റീസണുകൾ കൊണ്ട് ഒരു പാർട്ട്ണറെ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് വേണ്ടുന്ന ക്വാളിറ്റിയുള്ള പാർട്ട്നേഴ്സിന് പലപ്പോഴും ലഭിക്കുന്നില്ല എന്നത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ബിസിനസ് ഷട്ടർ ഇടേണ്ടി വരും. ഒരു പുതിയൊരു ബിസിനസ് ആരംഭിക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരു ശിശു പുതുതായിട്ട് ജനിക്കുകയാണ്. അപ്പോൾ ഈ ശിശു നമുക്ക് വേണ്ടിയിട്ട് ജനിച്ച അന്ന് മുതൽ തന്നെ പണിയെടുക്കുന്നു. എന്നാൽ നമ്മുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഈ ശിശുവിൻ്റെ അപ്പനും അമ്മയും ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി കറക്റ്റായിട്ട് വർക്ക് ആയില്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു പാർട്ട്ണറെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഏതൊക്കെ സോഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഈ പാർട്ട്ണർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ബിസിനസ്സിൽ പാർട്ട്നേഴ്സിന് വേണമെങ്കിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് ഓൺലൈനായിട്ടും മറ്റൊന്ന് ഓഫ്ലൈനായിട്ടും. ആദ്യം ഓൺലൈനെ കുറിച്ച് പറയാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് സോഷ്യൽ നെറ്റ്വർക്ക്, പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ. നമ്മൾ ഏത് ബിസിനസ്സാണ് ആരംഭിക്കാൻ പോകുന്നത്, അത് ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്, ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആൾക്കാരിടുന്ന പോസ്റ്റുകൾക്ക് കമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ധാരാളം കമൻറ്റുകൾ കാണാൻ പറ്റും. അതിലൂടെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുമായി മികച്ചൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പാർട്ട്നേഴ്സിനെ നമുക്ക് കിട്ടാൻ സാധ്യമായി തരും. ഇതൊരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മുതലായ സോഷ്യൽ നെറ്റ്വർക്കാണ്. അതായത് ധാരാളം സംരംഭകവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയാണെങ്കിൽ അതിലൂടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട്നേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് ഒരു ഓപ്ഷനാണ്. അടുത്തതാണ് ഫ്രീലാൻസ് വെബ്സൈറ്റുകൾ. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് പണി അറിയാവുന്ന ധാരാളം ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന പാർട്ട്നേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും ഫ്രീലാൻസ് വെബ്സൈറ്റുകളിലൂടെ. ഈ ഫ്രീലാൻസ് വെബ്സൈറ്റുകൾ ത്രൂ കണക്ട് ചെയ്യുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് മികച്ചൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം. എന്നിട്ട് പറ്റുകയാണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇതൊരു ഓപ്ഷനാണ്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്. അതായത് ബിസിനസ് മീറ്റുകൾ, ഇവന്റുകൾ, ട്രെയിനിങ്ങുകൾ, ഇതേപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ മികച്ച നെറ്റ്വർക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാർട്ട്നേഴ്സിനെ കിട്ടും. അടുത്ത ഒരു ഓപ്ഷനാണ് കോവർക്കിംഗ് സ്പേസുകൾ. ഈ കോവർക്കിംഗ് സ്പേസുകളിൽ ധാരാളം പണി അറിയാവുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഇടമാണ്. അപ്പോൾ അത് മുഖേന ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും അങ്ങനെ നമുക്ക് പാർട്ട്നേഴ്സായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഈ ഓപ്ഷൻസുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച നമുക്ക് പാർട്ട്നേഴ്സിനെ എടുക്കാൻ പറ്റും. ഇനി പാർട്ട്നേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ പാർട്ട്നേഴ്സിനെ എടുക്കുന്നതോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പാർട്ട്നേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേണ്ടുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഇതറിയാതെ നമ്മൾ പോയി പാർട്ട്നേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ബിസിനസ് ഷട്ടർ ഇടേണ്ടി വരും. അപ്പോൾ ഈ പാർട്ട്നേഴ്സിന് വേണ്ടുന്ന ക്വാളിറ്റീസ് ഓരോന്നായി നോക്കാം. ആദ്യം വേണ്ട ഒരു കാര്യമാണ് സത്യസന്ധത. ബിസിനസ് സക്സസിലോട്ട് എത്തണമെങ്കിൽ സത്യസന്ധതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളോട് മാത്രം പോരാ, നമ്മളുമായി കണക്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ബയേഴ്സ് ആകാം, സെല്ലേഴ്സ് ആവാം, സ്റ്റാഫ് ആകാം, ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ബിസിനസ്. അപ്പോൾ ഇവരോടെല്ലാം സത്യസന്ധത കീപ്പ് ചെയ്യണം. എന്നാൽ ഇവർക്ക് എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്ന് അറിയാൻ അധികം ഒന്നും പോകേണ്ടതില്ല. മറിച്ച് ഇവരുടെ കൂടെ ഒന്ന് യാത്ര ചെയ്താൽ മതി 2 ദിവസം. അപ്പോൾ അറിയാൻ പറ്റും ഇവർക്ക് എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്ന്. അടുത്തതാണ് ജീവിത കാഴ്ചപ്പാട്. പലർക്കും പല തരത്തിലാണ് ജീവിത കാഴ്ചപ്പാടുള്ളത്. ചില ആൾക്കാർക്ക് എംപ്ലോയി മൈൻഡ് സെറ്റ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് ആയിരിക്കും, ചില ആൾക്കാർ ഫ്ലെക്സിബിൾ ആണ്. അതായത് എന്തെങ്കിലുമൊക്കെ ആയാൽ മതി. ചില ആൾക്കാരോ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടാൽ മതി. എന്നാൽ ചില ആൾക്കാരുണ്ട് ഇത് തന്നെയാണ് എൻ്റെ വഴി, ഇതിലൂടെ ഞാൻ രക്ഷപ്പെടും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച കുറേ ആൾക്കാർ. ഇവരെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മറ്റ് 2 ആൾക്കാരെ നമ്മൾ ഒഴിവാക്കണം. കാരണം ഇതാണ് എൻ്റെ വഴി, ഇതിലൂടെ തന്നെ മുന്നോട്ട് പോകും, ഇതിൽ സക്സസ് ആകും എന്ന് ഉറപ്പുള്ള ആൾക്കാരെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മികച്ച രീതിയിൽ പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള റിസൾട്ട് ഇവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. മറ്റേ 2 പേര് അക്കരപ്പച്ചയുടെ ആൾക്കാരാണ്, ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് അവർ ചാടിക്കൊണ്ട് കിടക്കും. അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. റിസൾട്ട് വേണമെങ്കിൽ ഉറച്ച തീരുമാനവും നിലപാടുമുള്ള ആൾക്കാരെ വേണം നമ്മുടെ ബിസിനസ്സിലെ പങ്കാളിയായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അടുത്തതാണ് സ്വാർത്ഥത ഇല്ലാത്തവരായിരിക്കണം നമ്മുടെ പങ്കാളികൾ. അതായത് ബിസിനസ്സിലേക്ക് ധാരാളം എമൗണ്ടുകൾ വരും. സ്വാർത്ഥ മനുഷ്യന്മാരാണെങ്കിൽ നൈസായിട്ടൊന്ന് അടിച്ചു മാറ്റാൻ നോക്കും. ഇങ്ങനെ കുറേ പങ്കാളികളുണ്ട്. എന്നാൽ സ്വാർത്ഥത ഇല്ലാത്തവരാണെങ്കിലോ, അതായത് ബിസിനസ്സിൽ വരുന്നത് ബിസിനസ്സിലെ ക്യാഷാണ്. അത് നമുക്ക് വേണ്ടത് എന്താണ്, സാലറി. ഇത് മാത്രം എടുക്കുന്ന ആൾക്കാരുണ്ട്.
എന്നാൽ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം ആൾക്കാരുണ്ട്, സാമ്പത്തിക ബാധ്യതയുള്ള പങ്കാളികൾ ഒരിക്കലും നമ്മൾ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യരുത്. കാരണം സാമ്പത്തിക ബാധ്യതയുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് നമ്മൾ പല സ്ഥലത്തു നിന്ന് എമൗണ്ട് കൊണ്ടുവരും. ഇവരുടെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഈ എമൗണ്ട് അപ്പുറത്തോട്ട് മറിക്കും. ബിസിനസ്സിൽ സെല്ല് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, അപ്പുറത്തോട്ട് മറിക്കും. ഇങ്ങനെ വരുമ്പോൾ ബിസിനസ്സിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ടേജ് വരും, ബിസിനസ് സ്മൂത്തായി റണ്ണായി പോവില്ല. അപ്പോൾ സാമ്പത്തിക ബാധ്യത ഇല്ലാത്തവരെ വേണം നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാൻ. അതേപോലെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു കൂട്ടം ആൾക്കാരാണ് സ്വാർത്ഥത ഇല്ലാത്തവർ. സാമ്പത്തിക ബാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒരു കാര്യം നോക്കിയാൽ മതി, ഇവരുടെ സിബിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ സിബിൽ സ്കോർ ഗുഡ് ആണെങ്കിൽ, അതേപോലെ തന്നെ എത്രത്തോളം ലോൺ ഉണ്ട് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റും സാമ്പത്തിക ബാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ, സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത ആൾക്കാരെ വേണം നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അടുത്തത് വേണ്ട സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാരോട് നമ്മൾ സംസാരിക്കേണ്ടി വരും. അതിന് കസ്റ്റമേഴ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോടായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഗവൺമെന്റിനോടായിക്കോട്ടെ, അങ്ങനെ പല തരത്തിലുള്ള ഏരിയയിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും, പല തരത്തിൽ. അപ്പോൾ ഇവരോട് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം, കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതേപോലെ വേണ്ട ഒരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ബിസിനസ്സിന് അകത്തും പുറത്തുമായിട്ട് ധാരാളം പ്രോബ്ലംസ് ഡെയിലി വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും മാത്രം ചെയ്യാൻ പോരാ, മറിച്ച് ഇതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് അറിവുള്ള ഒരു വ്യക്തിയും വേണം. അപ്പോൾ ഇതിനെന്താണ് വേണ്ടത്, അനുഭവ പരിജ്ഞാനം കൂടെ വേണം. ഒന്നെങ്കിൽ വേറൊരു ബിസിനസ് ചെയ്തിട്ടുള്ള അനുഭവ പരിജ്ഞാനമായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഉയർന്ന പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള അനുഭവ പരിജ്ഞാനമായിരിക്കാം, ഇല്ലെങ്കിൽ മികച്ച രീതിയിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉള്ള ഒരു വ്യക്തിയായാലും മതി. അപ്പോൾ ഈ സ്കില്ല് ഉള്ള ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപകാരമാണ് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ. അടുത്തതായി ബിസിനസ്സിൽ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് ലീഗൽ ഉടമ്പടി. അതായത് പാർട്ട്നേഴ്സുമായി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരുമായി കൃത്യമായി ഒരു ലീഗൽ ഉടമ്പടി നമ്മൾ തയ്യാറാക്കണം. എന്താണ് റോള്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ, ക്യാപിറ്റൽ എങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയി തന്നെ ഈ നിയമ ഉടമ്പടിയിൽ എഴുതി ഒപ്പിട്ടിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ജോബിനെ ഡിവൈഡ് ചെയ്യാനും അതിനനുസരിച്ച് ഓരോ റോൾ ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കാനും നമുക്ക് സാധിക്കും. ഇല്ലാത്ത പക്ഷം മൊത്തം വർക്കും ഒരാൾ ചെയ്യുകയും ബാക്കിയുള്ള ആൾക്കാർ കറങ്ങുന്ന കസേരയിലിരുന്ന് ഈ കറക്കം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ജോബ് റോള് കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും ആ പണി കൃത്യമായി നിറവേറ്റുന്ന ഒരാളും കൂടിയാണെങ്കിൽ നമ്മുടെ ബിസിനസ് വളരെ എളുപ്പത്തിൽ ഗ്രോത്തിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ അറിവ് വളരെ ഉപകാരമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.